സൈബർ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെ ഏതറ്റം വരെയും പോരാടുമെന്ന് നടി ഹണി റോസ്. വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ താരം പോലീസിൽ പരാതി നൽകി. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി അധിക്ഷേപിച്ചു എന്ന് താരം ചൂണ്ടിക്കാട്ടി. സൈബർ അറ്റാക്കിന്റെ വലിയ ഇരയാണ് താനെന്നും അവർ പറഞ്ഞു. നടിക്കെതിരായ സൈബർ ആക്രമണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പോലീസ് സൂചിപ്പിച്ചു. സൈബർ ഗുണ്ടകൾക്കെതിരെ തുറന്ന യുദ്ധത്തിലാണ് ഹണി റോസ്. ആ കേസ് അങ്ങനെ വിട്ടുകളയാൻ ഒരു ഉദ്ദേശവുമില്ല. മോശം കമന്റിട്ട എല്ലാവരും കൊടുക്കും. ഒരു വ്യക്തി തന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ നിരന്തരം ആക്ഷേപിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ 2 ദിവസം മുമ്പുള്ള ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. അതാരെന്ന ചോദ്യത്തിന് ഇന്ന് നടി തന്നെ ഉത്തരം നൽകി. വ്യവസായി ബോബി ചെമ്മണ്ണൂർ തന്നെ അശ്ലീല പരാമർശത്തിലൂടെ നിരന്തരം വേട്ടയാടിയെന്ന ഹണി റോസ്. ആ പോസ്റ്റിൽ ആ പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞില്ല. ഇപ്പൊ പറയുന്നു ബോബി ചെമ്മണ്ണൂർ. അദ്ദേഹമാണ് ഭയങ്കര മോശമായിട്ടുള്ള ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ പല സ്റ്റേജിലും പല പ്ലാറ്റ്ഫോമിലും. ഈവൻ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഭാഗമായി ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ആദ്യം ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് മോശം കമന്റിട്ട 30 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പല കമന്റുകളും വ്യാജ അക്കൗണ്ടുകളിൽ നിന്നാണ്. അന്വേഷണത്തിന് വെല്ലുവിളിയാണെങ്കിലും ലൊക്കേഷൻ കണ്ടെത്തി പ്രതികളെ പിടികൂടാനാണ് പോലീസ് തീരുമാനം. അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് 30ഓളം ആൾക്കാരാണ് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള കമൻറ്റ് ഇട്ടത്. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 20ഓളം ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നടപടി അവരിലേക്ക് ഉണ്ടാവും. നടി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി വിശദമായി മൊഴി നൽകി. തനിക്കെതിരെ മോശം കമന്റ് ഇട്ടവരുടെ സ്ക്രീൻഷോട്ടുകളും പോലീസിന് കൈമാറി. ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ പുതുതായി അധിക്ഷേപ കമന്റ് എത്തിയാൽ സ്വമേധയാ കേസെടുക്കുമെന്നും പോലീസ് മുന്നറിയിപ്പുണ്ട്. അതേസമയം ഇന്നലെ അറസ്റ്റ് ചെയ്ത ഷാജിക്ക് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഒരിക്കലും പിടികൂടില്ലെന്ന ധൈര്യത്തിൽ വ്യാജ പ്രൊഫൈലുകളിൽ നിന്ന് കമന്റ് ഇട്ടവരും ആശ്വസിക്കേണ്ട. നിങ്ങളെയും കൃത്യമായി സ്പോട്ട് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും. ഹണി റോസിന്റെ ഈ പോരാട്ടം സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരുപാട് സ്ത്രീകൾക്ക് കരുത്താകുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ്, ഒരു കത്ത് എന്ന നിലയിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഇതാണ്. ബോബി ചെമ്മണ്ണൂരിനെ അഡ്രസ്സ് ചെയ്താണ് ആ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. താങ്കൾ എനിക്കെതിരെ തുടർച്ചയായി നടത്തിയ അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ ഞാൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. താങ്കളുടെ തന്നെ മാനസിക നിലയുള്ള താങ്കളുടെ കൂട്ടാളികൾക്കെതിരെയുള്ള പരാതികൾ പുറകെ ഉണ്ടാകും. താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിക്കൂ. ഞാൻ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ഹണി റോസ് വർഗീസ് എന്നാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ വിഷ്ണു സുരേഷ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ സ്ത്രീകൾ അവർക്കെതിരെ ഉയരുന്ന ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അധിക്ഷേപ പരാമർശങ്ങൾക്കെതിരെ കൂടുതൽ സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ ഈ പരാതിയും അതിലെ പോലീസ് നടപടിയും ഒരു കരുത്താകും, ഒരു പ്രചോദനമാകുമെന്ന് നമുക്ക് കരുതാം. പോലീസ് ആ നിലയിലുള്ള നടപടി ഈ പരാതിയിൽ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾക്ക് ഇന്ന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. അങ്ങനെ ആർക്കും മറഞ്ഞിരിക്കാൻ കഴിയില്ല. ഏതാണ്ട് 20 അധികം ആളുകളെ ഇതിനോടകം ഈ കേസിൽ തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഒട്ടും സൗകര്യപ്രദമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് മറഞ്ഞിരുന്ന് ഇങ്ങനെ അധിക്ഷേപം നടത്തി കടന്നു കളയാമെന്ന് കരുതണ്ട. അവരുടെ പിന്നാലെ പോലീസുണ്ട്. അധിക്ഷേപിച്ചവർക്കെതിരെ പോലീസുണ്ട്. ആ സൂചനയാണ് വരുന്നത്. അത്തരം പോരാട്ടം നടത്തുന്നവർക്ക് ഒരു കരുത്താവുകയാണ് ഹണി റോസിന്റെ പരാതി എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല.